വെള്ളത്തിലൂടെ നീന്തി തുടിക്കുന്ന പലതരം മീനുകൾ നമ്മുടെ ഊണുമേശയിലെത്തുമ്പോൾ അതിന് പലതരം നിറമാകും, മണമാകും, രുചിയാകും. അതും നമുക്ക് വേണ്ടി സ്നേഹത്തോടെ അമ്മയുണ്ടാക്കുമ്പോഴോ കുറച്ച് രുചി കൂടുകയും ചെയ്യും അല്ലേ? അങ്ങനെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഈ കുതിച്ചിപ്പാറുവിനായി അമ്മയുണ്ടാക്കി തരുന്ന ഒരു വിഭവമാണ് ഇന്നത്തെ വീഡിയോ. മീൻ പൊള്ളിച്ചത് അഥവാ മീൻ വാഴയിലയിൽ പൊതിഞ്ഞത്. അതിനായി 2 സബോള, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, 1 തക്കാളി, ഇത്രയും കനം കുറച്ച് ചെറുതായി അരിഞ്ഞെടുക്കണം. വേഗം വഴന്നു വരാനും എളുപ്പത്തിൽ റോസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് കനം കുറച്ച് അരിയുന്നത്. ഇനി ഇതിനായുള്ള പൊടികൾ കൂടി എടുത്തു വയ്ക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത്രയും എടുത്തു വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടിയിലോ തവയിലോ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് പൊടികൾ അത്രയും ഇട്ട് കൊടുക്കണം. ശ്രദ്ധിക്കുക, ചൂടായ എണ്ണയിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം. ഇല്ലെങ്കിൽ പൊടികൾ വേഗം മൂത്തു പോവുകയും ഒരു കയ്പ്പ് രുചി ഉണ്ടാവുകയും ചെയ്യും. ഇനി പാകത്തിന് മൂപ്പായി കഴിയുമ്പോൾ പൊടികളിലേക്ക് അരിഞ്ഞു വെച്ച സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാടുമ്പോൾ ഈ സബോളയ്ക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായി വഴന്ന സബോളയിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി കൂടി ചേർത്ത് അതൊന്ന് വെന്ത് വരുമ്പോൾ ഓഫ് ചെയ്ത് മസാല മാറ്റി വയ്ക്കാം. ഇനി മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യത്തിന് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും എടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല നാരങ്ങാനീരും ചേർത്ത് കുഴച്ച് മീനിൽ തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 20 മിനിറ്റ് ഈ മീൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. മിനിറ്റിന് ശേഷം ഒരു തവയിലേക്കോ കല്ലിലേക്കോ എണ്ണയൊഴിച്ച് എണ്ണ ചൂടാകുമ്പോഴേക്കും മാരിനേറ്റ് ചെയ്ത മീനും ഇട്ട് 3 മിനിറ്റ് ഒരു സൈഡ് വേവിച്ചെടുക്കണം. അതിനുശേഷം മറിച്ചിട്ട് മറു സൈഡും 3 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇനിയൊരു വാഴയില എടുത്ത് അത് വാട്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയും ഇട്ട് അതിന് മുകളിലേക്കായിട്ട് മീനും വെച്ച് വീണ്ടും മീനിൻ്റെ മുകളിൽ മസാലയും വെച്ച് ഇതുപോലെ മടക്കി ഒരു വാഴനാര് കൊണ്ട് കെട്ടി ഭദ്രമാക്കി വയ്ക്കണം. ഇനി ഒരു കല്ലിലേക്ക് ഒരു വാഴയില ഇട്ട് അതിന് മുകളിലായി നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന മീനും വെച്ച് വീണ്ടും മീനിൻ്റെ മുകളിലേക്ക് ഒരു വാഴയില കൂടി ഇട്ട് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവാൻ വേണ്ടി വെക്കണം. 10 മിനിറ്റിന് ശേഷം മീൻ തിരിച്ചിട്ട് മറു സൈഡും കൂടി വീണ്ടും 10 മിനിറ്റ് മൂടി വെച്ച് തന്നെ വേവിക്കണം. ഇതോടുകൂടെ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല പാലപ്പത്തിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ ഈ മീൻ പൊള്ളിച്ചത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മളിവിടെ ഒരു പൊറോട്ടയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇത് കഴിച്ച് നോക്കണം, വീട്ടിലുണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം.
അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.